2026 മാർച്ച് 16 തിങ്കളാഴ്ച വൈകുന്നേരമാണ് അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലെ ആശുപത്രിക്കു നേരെ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 400 പേർ കൊല്ലപ്പെടുകയും 250ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാകിസ്ഥാൻ വ്യോമാക്രമണത്തിൽ ആശുപത്രിയുടെ വലിയൊരു ഭാഗം തകർന്നുവെന്നും മരണസംഖ്യ വർദ്ധിച്ചേക്കാമെന്നും താലിബാൻ സർക്കാർ വക്താവ് സബിഹുള്ള മുജാഹിദ് പറഞ്ഞു. പാകിസ്ഥാൻ സൈനിക ഭരണകൂടം വീണ്ടും അഫ്ഗാനിസ്ഥാന്റെ വ്യോമാതിർത്തി ലംഘിച്ച് കാബൂളിലെ ഒരു ഡ്രഗ് ഡി അഡിക്ഷൻ സെന്റർ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. ആക്രമണത്തിൽ ചികിത്സയിലിരുന്ന നിരവധി പേരുടെ മരണത്തിനും പരിക്കിനും കാരണമായി എന്ന് സബിഹുള്ള പറഞ്ഞു. ആശുപത്രിയുടെ ഭൂരിഭാഗവും തകർന്നതായും കൊല്ലപ്പെട്ടവരിൽ കൂടുതലും ചികിത്സയിലായിരിക്കുന്ന രോഗികളായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതൊരു ക്രൂരമായ യുദ്ധക്കുറ്റമാണെന്നും സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുള്ള പാകിസ്ഥാന്റെ പ്രകോപനം അംഗീകരിക്കാനാവില്ലെന്നും സബിഹുള്ള അറിയിച്ചു. എന്നാൽ ആശുപത്രിയെ ലക്ഷ്യം വെച്ചെന്ന വാർത്ത പാകിസ്ഥാൻ നിഷേധിച്ചു. ഭീകരവാദികളുടെ ഒളിത്താവളങ്ങളും ആയുധശേഖരവുമാണ് തങ്ങൾ ലക്ഷ്യം വെച്ചതെന്നും സിവിലിയൻ കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടില്ലെന്നുമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും വന്ന മറുപടി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ 3-ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. അതിർത്തിയിൽ ഇരുപക്ഷവും വെടിവെപ്പ് നടത്തുകയും അഫ്ഗാനിസ്ഥാനിൽ 4 പേർ കൊല്ലപ്പെടുകയും ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.